ചാഴിക്കാടന്റെ പൂഴിക്കടകൻ വെട്ടിലായി കോൺഗ്രസ് നേതൃത്വം. അടുത്ത ദിവസം കോൺഗ്രസ് നേതാവ് രാഹുൽ ഗാന്ധി UDF സ്ഥാനാർത്ഥി ഫ്രാൻസിസ് ജോർജിന്റെ ഇലക്ഷൻ പ്രചരണാർത്ഥം കോട്ടയത്ത് പൊതുയോഗത്തിൽ പങ്കെടുക്കാനിരിക്കെ ഇടതുമുന്നണി സ്ഥാനാർത്ഥി തോമസ് ചാഴിക്കാടൻ നടത്തിയ പരാമർശം കോൺഗ്രസ് നേതൃത്വത്തെ അക്ഷരാർത്ഥത്തിൽ വെട്ടിലാക്കിയിരിക്കുകയാണ്. രാഹുൽ ഗാന്ധിയുടെ കോട്ടയം സന്ദർശനം ചാഴിക്കാടനെ ബാധിക്കുമോ എന്ന മാധ്യമ പ്രവർത്തകരുടെ ചോദ്യത്തിന് ഉത്തരമായി നൽകിയ മറുപടിയാണ് കോൺഗ്രസിന് പണിയായിരിക്കുന്നത്. പാർലമെന്റിൽ ചെന്നാൽ താനും രാഹുലിനെയാണ് പിന്തുണയ്ക്കുന്നത്, അതുകൊണ്ട് രാഹുലിന്റെ സന്ദർശനം തനിക്ക് ഗുണം ചെയ്യുമെന്നാണ് ചാഴിക്കാടൻ പറഞ്ഞത്. LDFും കേരള കോൺഗ്രസ് എമ്മും ദേശീയ തലത്തിൽ ഇന്ത്യ മുന്നണിയുടെ ഭാഗമാണ്. തങ്ങളും ഇന്ത്യ മുന്നണിയാണെന്ന് അവകാശപ്പെടുന്നുണ്ടെങ്കിലും സ്വന്തമായി പാർട്ടിയോ ചിഹ്നമോ രജിസ്ട്രേഷനോ ഇല്ലാത്ത ജോസഫ് ഗ്രൂപ്പിന് ദേശീയ തലത്തിൽ യാതൊരു പ്രസക്തിയുമില്ല. എന്നാൽ രാജ്യസഭയിലും ലോക്സഭയിലും MPമാരുള്ള കേരള കോൺഗ്രസ് എമ്മിന് ഇന്ത്യ മുന്നണിയിൽ അർഹമായ പരിഗണനയും ലഭിക്കുന്നുണ്ട്. രാഷ്ട്രീയത്തിൽ സ്ഥിരതയില്ലാത്ത ഫ്രാൻസിസ് ജോർജിന് സീറ്റ് കൊടുത്തതിൽ ജില്ലയിലെ ഭൂരിപക്ഷം നേതാക്കളും അണികളും അതൃപ്തരാണ്. കേരള കോൺഗ്രസ് എമ്മിനെ കഷ്ടപ്പെട്ട് UDFിൽ നിന്ന് പുറത്താക്കിയതു തന്നെ കോട്ടയം ജില്ലയിലെ സീറ്റുകൾ തങ്ങൾക്ക് മത്സരിക്കാൻ കിട്ടുമെന്നുള്ള പ്രതീക്ഷയിലായിരുന്നു. എന്നാൽ സംഭവിച്ചത് മറിച്ചായിരുന്നു. കറക്കുന്ന പശുവിനെ വിറ്റ് തൊഴിക്കുന്ന കാളയെ വാങ്ങിയ അവസ്ഥയിലായി കോൺഗ്രസ്. ജില്ലയിൽ കോൺഗ്രസിനുണ്ടായിരുന്ന ബഹുഭൂരിപക്ഷം ത്രിതല പഞ്ചായത്തുകളും ചരിത്രത്തിൽ ആദ്യമായി ചുവപ്പണിഞ്ഞു. കോൺഗ്രസ് മത്സരിക്കാനിരുന്ന ചങ്ങനാശ്ശേരി, ഏറ്റുമാനൂർ തുടങ്ങിയ മണ്ഡലങ്ങൾ ജില്ലയിൽ യാതൊരു സ്വാധീനവുമില്ലാത്ത ജോസഫ് ഗ്രൂപ്പിന് അടിയറവ് വെക്കേണ്ടി വന്നു. ഫലത്തിൽ കോൺഗ്രസ് ജില്ലയിൽ ഒന്നുമല്ലാത്ത അവസ്ഥയിലായി തീർന്നു. UDFിന് വേണ്ടി എന്തെങ്കിലുമൊക്കെ പരിപാടി സംഘടിപ്പിച്ചിരുന്നത് UDFിന്റെ കൺവീനറായിരുന്ന സജി മഞ്ഞക്കടമ്പനായിരുന്നു. മോൻസ് ജോസഫിൽ നിന്നും തുടർച്ചയായുണ്ടായ തിക്താനുഭവങ്ങളിൽ പ്രതിഷേധിച്ച് സജി പാർട്ടിയും മുന്നണിയും വിട്ടതോടെ മുന്നണിയുടെ പ്രവർത്തനങ്ങൾ മരവിച്ച അവസ്ഥയിലാണ്. ഓരോ ദിവസവും കൂടുതൽ പേർ പാർട്ടി വിട്ടു പോകുന്നത് കോൺഗ്രസ് നേതൃത്വത്തെ വല്ലാതെ അലട്ടുന്നുണ്ട്. ഈ അവസരത്തിലാണ് രാഹുലിന്റെ കോട്ടയം സന്ദർശനം. ഏത് നിമിഷവും ഏത് മുന്നണിയിലേക്കും ചാടാനും തിരിച്ചു ചാടാനും ഒരു മടിയുമില്ലാത്ത ഫ്രാൻസിസ് ജോർജിനെ ജയിപ്പിക്കുന്നതിലും നല്ലത് നിലപാടിൽ ഉറച്ചു നിൽക്കുന്ന, സ്വന്തം നാടിനു വേണ്ടി 100% പണിയെടുക്കുന്ന, പാർലമെന്റിൽ സ്വന്തം നാടിന്റെ ആവശ്യങ്ങൾക്കായി ശബ്ദിക്കുന്ന തോമസ് ചാഴിക്കാടനെ ജയിപ്പിക്കുന്നതാണ് നല്ലതെന്നാണ് സാധാരണ കോൺഗ്രസ് പ്രവർത്തകരുടെ അഭിപ്രായം. ഈ സാഹചര്യത്തിൽ രാഹുൽ ഗാന്ധി ചാഴിക്കാടനെതിരെ രൂക്ഷ വിമർശനങ്ങൾ ഉയർത്തുമോ അതോ ഇലയ്ക്കും മുള്ളിനും കേടില്ലാത്ത തരത്തിൽ പരിപാടി അവസാനിപ്പിക്കുമോ എന്നറിയാനാണ് രാഷ്ട്രീയ കേരളം ഉറ്റുനോക്കുന്നത്.